എല്ലാ പണിയും കഴിഞ്ഞു, ഇനി ഒന്ന് നടു നിവർത്താം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ചില പണികൾ വരില്ലേ, അതുപോലെ വന്നൊരു പണിയായിരുന്നു കേട്ടോ ഈ കിടക്കുന്ന മീനുകൾ. നല്ല ഫ്രഷ് മീനാണെന്ന് കണ്ടപ്പോൾ പിന്നെ വിടാൻ തോന്നിയില്ല, അവരെ അങ്ങ് വാങ്ങിച്ചു. പിന്നെ ഗ്രില്ലടിക്കോ വറക്കോ ഒക്കെ ചെയ്യാലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മീനിൻ്റെ ചുറ്റും കൂടി കേട്ടോ. അങ്ങനെ തകൃതിയായ മീൻ വെട്ടലിനിടയ്ക്കാണ് ബലൂൺ വിരിഞ്ഞ പോലുള്ള ഈ മീനെ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ ലിയയ്ക്ക് എന്താണോ വിരിഞ്ഞതെന്നുള്ളത് അറിയണം. അങ്ങനെ ലിയയുടെ ഉള്ളിലെ സർജൻ ഉണർന്ന് അത് മുഴുവൻ കീറി പൊളിച്ചു കേട്ടോ. ആ മീൻ തിന്ന വേറൊരു കുഞ്ഞു മീനായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ചുറ്റും കൂടി നിന്ന് മീൻ വെട്ടാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ മീൻ വെട്ടലിലേക്ക് കയറിയിട്ടില്ല, കാരണം എനിക്ക് ഒന്നാമത് ഇത്രയും വലിയ മീനൊന്നും വെട്ടാനറിയില്ല. അതാണ് അതിൻ്റെ സത്യം. ചെറിയ മീനൊക്കെ ആണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മീൻ വെട്ടുന്ന ഒരു കലയായതുകൊണ്ട് ആ കലയെ നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചും ഇവനെ എടുക്കേണ്ടത് കൊണ്ടും ഞാൻ അങ്ങനെ മീനിലേക്ക് ഇറങ്ങിയില്ല. അങ്ങനെ ഞങ്ങളിതാ മീനൊക്കെ വെട്ടി റെഡിയാക്കി. മമ്മി അത് നല്ല സൂപ്പറായിട്ട് വറുത്ത് സെറ്റാക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ രാത്രി ഞങ്ങൾ വേറെ ഫുഡൊന്നും കഴിച്ചില്ല, മീൻ കഴിച്ചങ്ങ് അവസാനിപ്പിക്കേണ്ടി വന്നു. കണ്ടില്ലേ മീൻ്റെ ഒരു അവസ്ഥ, ഫോസിൽ പോലെ ആക്കി അതിന്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷം. ഇന്ന് സ്വന്തം ദിവ്യ.